പടത്തിൽ കുറച്ച് ഡള്ളായിട്ടാണ് നമ്മൾ ഈ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ കാണുന്നത്. പിക്ചർ യഥാർത്ഥത്തിൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊരു 3-4 പോർട്രേറ്റുകൾ നാളെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് കൊടുക്കാനുള്ളത് ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞിരുന്നൊക്കെ വരച്ച് ഇപ്പോൾ ഇത് ഹസ്ബൻഡ് കൊണ്ടുപോയിരിക്കുന്നതേ ഉള്ളൂ. രാവിലെ വന്നിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അതാണ് ഞാൻ പിന്നെ ഇന്നൂടെ കഴിഞ്ഞാൽ നാളെ മുതൽ ഇനി ഈ ലൈവ് പോർട്രേറ്റ് വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകൾ കുറവാണ്. അപ്പോൾ ഞാൻ വലിയ കുഴപ്പമില്ലാതെ വരയ്ക്കും. നാളെ മുതൽ ഫുള്ളി എൻഗേജ്ഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ ഒന്നും അനൗൺസ് ചെയ്തില്ല. 6th മുതൽ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ വീണ്ടും ക്ലാസ്സുകളുണ്ടാവും. ഈ ഒരാഴ്ച പിന്നെ ഫുള്ളി ബിസിയാണ്. നമ്മൾ ഇതിനകത്ത് കുറച്ച് പേര് ആ സൈഡിൽ ഗ്രേപ്സൊക്കെ ചെയ്തതൊക്കെ എനിക്ക് ഒരു ജിനി ചേച്ചി ആരൊക്കെ 1-2 ഫോട്ടോ ഇട്ടിരുന്നു. അത് 1-2 പേര് ഒരു അനക്കവും ഇല്ല. എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഒന്നും അറിയത്തില്ല. അപ്പം അങ്ങനെയുണ്ട്. നമുക്ക് ഞാൻ എല്ലാവരെയും പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാം. എല്ലാവരും ഷിജിനയല്ലേ? റെക്കോർഡേഴ്സ് ഉണ്ട്. കുറച്ച് ദിവസം ഞാൻ ഇട്ടിരിക്കുന്നത് ഷിജിന. അത് കഴിഞ്ഞിട്ട് അപ്പം അത് ഒന്ന് നോക്കിയേ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തേക്ക്. അത്യാവശ്യം നമുക്ക് കുറച്ച് ഷെയ്ഡിങ്സും കുറച്ച് ടെക്നിക്കൊക്കെ പഠിക്കാൻ കുറച്ച് എനിക്കറിയാം ഷിജിനൻ്റെയൊക്കെ പിന്നെ ഒരു ചെയ്യാൻ പറ്റുന്നവരാണ്. ഓക്കെ. നമ്മൾ ഈ ഫിഗേഴ്സിൽ വേറെ ഏതെങ്കിലും ചെയ്തപ്പോൾ ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ടേബിളിൽ ഡാർക്ക് ചെയ്തത് എന്നാ കളറായിരുന്നു? സ്കാർലറ്റ് റെഡ്. വെറും സ്കാർലറ്റ് റെഡ്. വെറും സ്കാർലറ്റ്. പ്രാവിന്റെ കണ്ണൊന്നും ശരിയാക്കി അതെല്ലാം ബ്ലാക്ക് ഇട്ട് ഇപ്പം നമ്മൾ ഈ മ്യൂറൽ റെഡ് വെച്ച് ഇപ്പോൾ എഴുതും കേട്ടോ. എല്ലാവരുടെയും ഫേസ് ഒക്കെ ഒന്ന് മ്യൂറൽ റെഡ് കൊണ്ട് എടുക്കുന്നുണ്ട്. അതിപ്പോൾ ശരിയാക്കും. കണ്ണുകളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ കേട്ടോ. ഇന്നിപ്പം കണ്ണും മുഖവും ഒക്കെയാണ്. പിന്നെ സംശയമുള്ള ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. മുഖത്തിന്റെ ഭാഗത്തൊക്കെ നിറയെ ഗ്യാപ്പ് ഉണ്ട്. മുഖത്തിന്റെ ഭാഗത്തൊക്കെ നിറയെ ഗ്യാപ്പ് ഉണ്ട്. ആ അതെ 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 അത് തന്നെ. അപ്പം അത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യും. എനിക്കും ആ ഈസ്റ്ററിന് ഇത് ഇടണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. പെസക വേണം. ഇപ്പം ഒന്നും ആയിട്ടില്ല. പിന്നീട് നാളെ വേറൊരു വർക്ക്, അതും അത്യാവശ്യ വർക്കായിട്ട് എനിക്ക് കിടക്കണം. പിന്നെ അങ്ങനെ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് നോ പറയാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുമുണ്ട്. നമുക്ക് ചിലവർക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ ആദ്യം ഒന്ന് മ്യൂറൽ റെഡാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ചിലവരുടെ ഹെയറൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്യണം. കയ്യിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ബ്ലാക്ക് വരച്ച് തുടങ്ങി. ഡ്രസ്സിലൊക്കെ ഒന്ന് വരച്ചിട്ടുണ്ട്. ആരൊക്കെ വരച്ചെന്ന് എനിക്കറിയത്തില്ല. മ്യൂറൽ റെഡിൻ്റെ കോമ്പിനേഷൻ ഓർമ്മയുണ്ടല്ലോ. 2 ഡ്രോപ്പ് സ്കാർലറ്റിൻ്റെ 1 ഡ്രോപ്പ് ബേൺസീനെയാണ് കേട്ടോ. നമ്മൾ പ്രാവ് മറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് മ്യൂറൽ റെഡ് എടുത്തത്. മ്യൂറൽ റെഡ് വെച്ച് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ബ്ലാക്കിലോട്ട് പോകാം കേട്ടോ. ബ്ലാക്ക് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് 2-3 ദിവസത്തെ ഇത് വരുമ്പോൾ ഗ്യാപ്പിലൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ബാക്കി ഭാഗത്തൊക്കെ ബ്ലാക്ക് എഴുതാൻ പറയും. നമ്മളിങ്ങനെ ബ്ലാക്ക് എഴുതുമ്പോഴാണ് എവിടെയെങ്കിലും നമുക്ക് ഫില്ലല്ലാത്ത ഭാഗങ്ങളാണ്. ചിലപ്പോൾ ഒരാളുടെ ഹെയർ കഴിഞ്ഞിട്ട് അടുത്ത് ബാക്ക്ഗ്രൗണ്ട് വരുന്നൊരു ഭാഗം ഫില്ലല്ലാതെ കിടക്കുന്നത് എനിക്കിപ്പോൾ ഇവിടെ ഉണ്ട് കണ്ടോ. അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് ഫില്ലല്ലാത്ത ഭാഗങ്ങൾ നമുക്ക് കാണാം. ചെറിയ ഏരിയാസാണ് ഫില്ലല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മ്യൂറൽ റെഡ് വെച്ചങ്ങ് ഫില്ല് ചെയ്യാം. അതേസമയം നല്ല വലിയ ഏരിയ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ അതിനനുസരിച്ച് മാച്ച് ചെയ്ത് നമ്മൾ യോജിപ്പിക്കേണ്ടതാണ് കേട്ടോ. മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. നമ്മൾ മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ മ്യൂറൽ ചെയ്യുമ്പം എല്ലായിടത്തും എവിടെയൊക്കെയാണോ ഫില്ല് ചെയ്യാനുള്ളതെന്നുള്ള ഒരു ഐഡിയ നോക്കി അത് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് അടുത്ത കളറിലോട്ട് പോകത്തുള്ളൂ. അപ്പം നമുക്ക് വീണ്ടും കളേഴ്സുകൾ മിക്സ് ചെയ്യേണ്ടി വരത്തില്ല. ഒറ്റ കളർ നമ്മൾ മിക്സ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അടുത്ത കളറിലോട്ട് പോകുന്നത്. ഇപ്പോഴെന്ന് പറയുന്നത് നമ്മളെല്ലാം ക്രിയേറ്റീവ് പുതിയ സാധനങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യും. നമുക്ക് സ്പേസ് കിടക്കുന്നതനുസരിച്ച് നമ്മൾ അപ്പോഴപ്പോഴാണ് കാണുന്നത് പോലെയൊക്കെയാണ് ഡിസൈൻസുകൾ അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുൻകൂട്ടി കളർ കാണാൻ പറ്റത്തില്ല. നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് എപ്പോഴും കളേഴ്സാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇതായിട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് പിന്നെ ഫില്ല് ചെയ്തെടുക്കേണ്ടി വരും. അപ്പം നമ്മൾ എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മ്യൂറൽ റെഡൊന്ന് മിക്സ് ചെയ്ത് വെച്ച് മ്യൂറൽ റെഡിനെ ഒന്ന് എടുക്കണം. ഈ കണ്ണൊക്കെ നമ്മൾ നോർമലി ലാസ്റ്റാണ് എഴുതാറുള്ളത് റെഡ് വെച്ച്.
പിന്നെ അത് വരയ്ക്കാൻ ഷെയ്ഡിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ചിലവരുടെ എനിക്ക് തോന്നിയ ഫിഗറിൽ ഷെയ്ഡ് വളരെ കുറഞ്ഞു പോയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയുള്ളത് ഒരു ഔട്ടർ പോലെ നമ്മളിപ്പോൾ ബ്ലാക്ക് എഴുതുമ്പോൾ വളരെ കുറഞ്ഞു പോയതുപോലെ ഒരു ഫീല് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അതൊന്ന് ക്ലിയറാക്കി അത് വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ഷെയ്ഡ് കുറച്ചുകൂടെ ഒന്ന് ലയിപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ആ പ്രാവ് തൊട്ട് തുടങ്ങാം. ഫിഗേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു മിനിറ്റ് മിനുട്ടി, അമ്മേരെ ഗ്ലാസ് ഒന്ന് എടുക്കും. അമ്മേരെ ഗ്ലാസ് ഇവിടെ ഉണ്ടായിരുന്നു. കണ്ണാടി കണ്ണാടി ഇന്നൊന്ന് വരയ്ക്കാൻ വേണ്ടി നീക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നേരെയാക്കാം കേട്ടോ. പ്രാവിൻ്റെ കണ്ണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പ്രാവിൻ്റെ നമ്മൾ ചുണ്ട് ഒരു ഓൾറെഡി ഓറഞ്ചാണ് കൊടുത്തത്. അതിനൊരു ചെറിയ ഔട്ട്ലൈന് മ്യൂറൽ റെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 000 ബ്രഷ് തന്നെ എടുക്കുക. ഓക്കെ, അതിൻ്റെ കണ്ണൊന്ന് വരച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പം ഈ ചുണ്ടിൻ്റെ കുറച്ചതാണെങ്കിൽ അടിയിലത്തെ ഭാഗം ഒന്ന് ഡാർക്ക് ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കത് ഈ ഒരു ഭാഗത്തിനകത്തൊരു പ്രകാശം കൊടുത്തിട്ടുണ്ട്. അവിടെയും ജസ്റ്റ് ഒരു ലൈൻസ് ഒന്ന് മ്യൂറൽ കണ്ടിട്ട് കൊടുക്കുക. കുറച്ചുകൂടെ ആ ലൈറ്റ് കുറച്ചുകൂടെ ഒന്ന് വിസിബിളായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ഇത് തോന്നും കേട്ടോ. വെള്ളം ചേർത്താണോ മ്യൂറൽ റെഡ്? മ്യൂറൽ റെഡ് നല്ലപോലെ വെള്ളം ചേർത്താണ് ചെയ്തിരിക്കുന്നുണ്ടോ. എല്ലാം ഒരു ലിക്വിഡ് രൂപത്തിലാണ് കേട്ടോ. ഒരു തിക്കായിട്ടുള്ളത് ഈ ഭാഗമൊക്കെ നമുക്കൊന്ന് ഫില്ലല്ലാതെ കിടക്കുമെങ്കിൽ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു മ്യൂറൽ. ഒരു ബ്ലാക്ക് അകത്തോട്ട് എഴുതണ്ട. ബ്ലാക്ക് എഴുതുന്ന ഭാഗങ്ങൾ ഇപ്പോൾ നമ്മളവിടെ ബ്ലാക്ക് എഴുതണമെങ്കിലും അതിൻ്റെ അടിയിൽ ഡയറക്റ്റ് ബ്ലാക്ക് എഴുതുന്നതിനേക്കാൾ എപ്പോഴും നല്ലതൊരു മ്യൂറൽ റെഡ് കൊടുത്തിട്ട് എഴുതുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മ്യൂറൽ റെഡ് ഞാനിപ്പോൾ നമ്മൾ ചുണ്ടെല്ലാം ഒരു എന്താണ് സ്കാലർ റെഡ് ഒറ്റ കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാവരുടെയും ഫിഗേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒറ്റ കോട്ടാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് മ്യൂറൽ റെഡ് വെച്ച് ക്ലിയർ ആക്കിയാണ് കേട്ടോ. ചുണ്ട് ഔട്ടർ വരയ്ക്കണം. ഓറഞ്ച് മാത്രമല്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിപ്പം മ്യൂറൽ റെഡ് വെച്ച് ഇതിപ്പോൾ മ്യൂറൽ റെഡും ഉണ്ട്. നമ്മൾ ആ ചുണ്ടൊക്കെ ഒന്ന് ഔട്ട്ലൈൻ വരച്ചെടുക്കുക. എന്നിട്ട് ക്രൈസ്റ്റിൻ്റെ ലാസ്റ്റ് വരയ്ക്കാൻ മുകളിലത്തെ ചുണ്ട് വേണമെങ്കിൽ നമുക്ക് മ്യൂറൽ റെഡ് കൊണ്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കാം. താഴത്തെ ചുണ്ടിങ്ങനെ ഔട്ടർ തിക്കായിട്ടൊരു ഔട്ടറും കൊടുത്തെടുക്കാം. അപ്പം ചുണ്ട് കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ളൊരു ഫീല് നമുക്ക് അതിനകത്ത് വരും കേട്ടോ. പിന്നെ തലമുടിയിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും ചിലപ്പോൾ നമുക്ക് ഇത്രയും ഫുള്ളി ബ്ലാക്ക് അല്ല കൊടുക്കുന്നത്, ചെറിയൊരു ബ്ലാക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് ആയിട്ടുള്ള ഏരിയാസ് വേണമെങ്കിൽ ചെറിയൊരു മ്യൂറൽ റെഡ് കൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ബ്ലാക്ക് ചെയ്യുമ്പോൾ കുറച്ചൊരു റെഡിഷ് പോലത്തെ ഒരു ഫീല് കൊടുക്കണമെങ്കിൽ ചെയ്തെടുക്കാം. ഒരു മിനിറ്റ്, ഒരേ ഒരു മിനിറ്റ്. രാഹുലേ, പറഞ്ഞ രാഹുൽ. അയ്യോ, നാളെ ഉച്ചയ്ക്ക് രാഹുലേ. എനിക്ക് നാളെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് സ്കൂളിൽ. ഞാനൊരു 2 മണിക്ക് പെർമിഷൻ ചോദിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു 3-3:30 ഉണ്ട്. ശരി, ഫൗണ്ടേഷനിൽ. അപ്പം അത് തന്നെ. അപ്പം ഞാൻ ആദ്യത്തെ സ്ഥലത്ത് എത്തിയെങ്കിൽ രണ്ടാമത്തെ സ്ഥലം വരെ ഞാൻ ജോയിൻ ചെയ്തോളാം വണ്ടിയിൽ വന്നിട്ടേ. വന്നിട്ട് ഓ
ഓ നോക്കാം, ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് സ്കൂൾ ക്ലോസ് ചെയ്യുന്ന ദിവസമല്ലേ 31st. നാളെ കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, നമ്മൾ കൂടെ ഉണ്ട്. നാളെ ഒരു ദിവസം. ഓ ശരി ശരി ശരി. ആ മറ്റേ ആൾ വരും, നാളെ ഒന്ന് വന്ന് നോക്കാമെന്ന് പറഞ്ഞില്ല, എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു. ആ സോറി. ഓക്കെ, ഇതിന് എല്ലാ ചുണ്ടും ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചുണ്ടിലെ മുകളിലത്തെ ഭാഗം മ്യൂറൽ റെഡ് കൊണ്ട് അങ്ങ് ഫില്ല് ചെയ്യുന്നു, കാണാമല്ലോ എല്ലാവർക്കും. താഴത്തെ ഭാഗം നമ്മൾ ഇത് നടുക്കൊരു ചെറിയ ലൈറ്റ് ഇട്ട്, നമ്മൾ ആദ്യം സ്കാർലറ്റ് കൊടുക്കുന്നില്ലേ, അത് ലൈറ്റ് ഇട്ടങ്ങ് വിടുകയാണ്. അപ്പം നമുക്കതിനകത്ത് കുറച്ചുകൂടി ഇത്, പിന്നെ നമുക്ക് മുടി ഏത് സ്റ്റൈലാണോ വേണ്ടത്, അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്കൊന്ന് വീണ്ടും ഒരിക്കൽ കൂടെ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം ഹൈ ഡാർക്കായിട്ട് വരികയാണ്. നമ്മൾ ഓൾറെഡി മ്യൂറൽ റെഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മളിതിപ്പോൾ കുറച്ചുകൂടെ നന്നാക്കി എടുക്കുകയാണ്. എല്ലാവരുടെയും ഒന്ന് ചുണ്ട് നമ്മൾ ക്ലിയറാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ചുണ്ടും ശരിക്കും പറഞ്ഞാൽ കണ്ണും ഒക്കെ എഴുതുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റുന്നത്. എല്ലാ ഫിഗറും കാണാൻ. ഓ പറഞ്ഞോളൂ. ഹെയറിന് ബ്ലാക്ക് ആണോ കൊടുക്കുന്നത് എല്ലാവരുടെയും? അത് നമുക്കിപ്പോൾ ചെയ്യാം. ചിലതിൽ നമ്മൾ ബ്ലാക്ക് അല്ല, ചിലതിൽ നമ്മൾ ബ്രൗൺ ആക്കി കൊടുക്കും കേട്ടോ. പല തരത്തിലുള്ള ഹെയർ നമുക്കിതിനകത്ത് ആകെ ഓർണമെൻറ്റ്സിലൊന്നും ഡിഫറൻസ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കാണിക്കുന്ന ഡ്രസ്സിലും ഹെയർ ലുക്കല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പല ഏജ് കാറ്റഗറി, പ്രത്യേകിച്ച് ഇവരുടെ ഇതിനകത്ത് ഈ മ്യൂറലിൽ നമ്മൾ ഈ നോർമൽ മനുഷ്യരെ പോലെയൊന്നും അല്ലല്ലോ വരയ്ക്കുന്നത്. അപ്പം നമുക്ക് ഈ ഏജ് കാറ്റഗറിയൊക്കെ നോക്കുന്നത് മിക്കവാറും ഹെയർ കൊണ്ടൊക്കെയാണ് പ്രായമുള്ളവരും കുട്ടികളും എന്നൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രായം കുറഞ്ഞവരുടെയൊക്കെ നമ്മൾ ചെറിയ വൈറ്റ് ഹെയർ ഇടുന്നുണ്ട് കേട്ടോ. ഈ സൈഡിലെ എല്ലാ ഫേസിൻ്റെയും ചുണ്ട് എഴുതി വരുന്നുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. പിന്നീട് ഇന്ന് മെയിനായിട്ട് ബ്ലാക്ക് എടുത്ത് നമ്മുടെ ഫേസുകളിലൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയാണ്. ക്രൈസ്റ്റിനെ എഴുതിയാണ്. ക്രൈസ്റ്റിന്റെ ചുണ്ട് ക്രിംസൺ റെഡ് ആയിരുന്നില്ലേ? പിങ്ക് ആയിരുന്നു. ക്രിംസൺ റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തൊരു കളറായിരുന്നു കേട്ടോ. ഇവിടെ ചെറിയൊരു ലൈറ്റ് നമ്മൾ മുകളിലും വിടുന്നുണ്ട്. മുകളിൽ ഫുള്ള് മ്യൂറൽ റെഡ് ആക്കുന്നില്ല, ചെറിയൊരു പിങ്ക് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഇപ്പോൾ ഒരു യെല്ലോയാണ് കണ്ണ് കൊടുത്തിരിക്കുന്നത്. കണ്ണിന് ചെറിയൊരു ഔട്ടർ നമ്മൾ മ്യൂറൽ റെഡ് കൊണ്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. കണ്ണിൽ നമ്മൾ ചെറിയൊരു ബ്ലൂ ഇട്ടിട്ടാണ് ബ്ലാക്ക് ഇടുന്നത് കേട്ടോ, ഒരു ഗോൾഡൻ എഫക്റ്റ് തോന്നിക്കാൻ വേണ്ടിയാണ് കേട്ടോ. കണ്ണ് ഞാൻ ആദ്യം ആ മ്യൂറൽ റെഡ് വെച്ച് ചെയ്തിരുന്നു, അത് തന്നെ ഫുള്ള് വൈറ്റ് ഇടുന്ന. ഇപ്പോൾ വേണ്ട യെല്ലോ ഇട്ടിട്ട് ഇങ്ങനെ ഒരു യെല്ലോയുടെ ഔട്ടറിൽ വേണമെങ്കിൽ ഒരു മ്യൂറൽ റെഡ് കൂടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് നമ്മളൊരു ചെറിയ ബ്ലൂ കളർ കൂടെ യൂസ് ചെയ്യും. പിന്നെ ഇതിൻ്റെ കാണാം.
നമുക്കൊരു A1 സൈസാണ് ഈ ചിത്രമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 15,000 മുതൽ 20,000 രൂപയ്ക്ക് നമുക്ക് ഈ ചിത്രം വിൽക്കാൻ പറ്റും. അതിൽ കുറച്ചെന്ന് പറയുന്നത് നമ്മളിപ്പം ചോദിക്കുമ്പോൾ എല്ലാവരും ഒരു 7,000 അങ്ങനെയൊന്നും കൊടുത്തു കളയരുത്. കാരണം ഇത്രയും ഫിഗേഴ്സ് ആണെങ്കിൽ മ്യൂറലിൻ്റെ ഒരു മാർക്കറ്റിങ്ങേ പോകും കേട്ടോ. നല്ല ആർട്ടിസ്റ്റുകളാണെങ്കിൽ 25-ന് മേളിൽ മേടിക്കാറുണ്ട്. ആരൊക്കെ ഒരു മിനിറ്റ് കേട്ടോ. നമുക്ക് ആരെങ്കിലും വരെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നോറയൊക്കെ കുറേ നേരത്തെ വെയിറ്റ് ചെയ്യണം തോന്നണല്ലേ. ഒരു കോള് വന്നപ്പോൾ ആ ഫോൺ കട്ടായി. ഞാൻ പിന്നെ അത് നോക്കിയില്ല. മീറ്റിംഗ് നോറയും പിന്നെ വേറെ ആരാ ജോയിൻ ചെയ്തത് ഇപ്പം? ഇപ്പം നമ്മളെല്ലാവരുടെയും ചുണ്ട് കണ്ണൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏതെങ്കിലും രണ്ട് ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫിഗറുണ്ട്. ഈ ഫിഗറിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഗ്യാപ്പ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ മ്യൂറൽ റെഡ് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫിഗർ കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്ക് ഫില്ലല്ലാതെ ഉണ്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മ്യൂറൽ റെഡ് വെച്ച് ഒന്ന് ഫില്ല് ചെയ്തോളണം കേട്ടോ. നമുക്ക് ആ ഒരു ഭാഗം ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നമുക്ക് ഏതെങ്കിലും തോന്നുകയാണെങ്കിൽ മ്യൂറൽ റെഡ് വെച്ച് അതിലേക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇന്നലെ ടീച്ചർ ചെയ്ത പോർട്രേറ്റ് അത് എന്തോ ആയിരുന്നു?